ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളം ചില അർത്ഥങ്ങളാണ്. LDC, LGSൻ്റെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്താം. ഓണത്തിൻ്റെ തിരക്കൊക്കെ എവിടം വരെയായി? എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അക്തം. അക്തം എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണ എന്നാണ്. അക്തം എന്നാൽ എണ്ണയാണ്, എണ്ണ. അങ്ങനെയാണെങ്കിൽ അക്കാരം എന്ന് വെച്ചാൽ എന്താ? പഞ്ചസാരയാണ്. അക്തം എണ്ണ, അക്കാരം പഞ്ചസാര. ഇനി മഞ്ചീരം എന്ന് വെച്ചാൽ കാൽച്ചിലമ്പാണ്. മഞ്ചീരം കാൽച്ചിലമ്പ്. അകോടം എന്ന് പറഞ്ഞാൽ അത് കവുങ്ങാണ്. അകോടം കവുങ്ങ്. പാഥേയം എന്ന് വെച്ചാൽ എന്താണ്? വഴിച്ചോറാണ്. പാഥേയം വഴിച്ചോറ്. പാതാരം എന്ന് വെച്ചാൽ കടലാണ്. പാതാരം കടൽ. പന്നകം പാമ്പ്. പന്നകം പാമ്പ്. പനകം ചക്കയാണ്. പന്നകം പാമ്പും പനകം എന്ന് വെച്ചാൽ അത് ചക്കയാണ്, ചക്ക. അടുത്തത് നിധം എന്ന് വെച്ചാൽ വിഷമാണ്. നിധം വിഷം. നളികം എന്ന് വെച്ചാൽ തോക്കാണ്. നളികം തോക്ക്. അടുത്തത് നക്രം എന്ന് വെച്ചാൽ മുതല. നക്രം മുതലയും. നക്ര എന്ന് വെച്ചാൽ മൂക്കാണ്, മൂക്ക്. അടുത്തത് ബാഹുകം എന്ന് വെച്ചാൽ കുരങ്ങ്. ബാലേയം എന്ന് പറയുമ്പോൾ അത് കഴുതയാണ്. ബാഹുകം കുരങ്ങ്, ബാലേയം കഴുത. നക്ര എന്ന് വെച്ചാൽ മൂക്കായിരുന്നു. ബാഹുകം കുരങ്ങ്, ബാലേയം കഴുത. നന്ദന എന്ന് വെച്ചാൽ നാത്തൂനാണ്. നന്ദന എന്ന് വെച്ചാൽ അർത്ഥം നാത്തൂൻ. ദ്വാന്തം എന്നതിൻ്റെ അർത്ഥം ഇരുട്ടെന്നാണ്. ഇരുട്ട് ദ്വാന്തം, അല്ലെങ്കിൽ ദ്വാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുട്ടാണ്. സാമജം ആന. സാമജം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആന. അടുത്ത ഭാഗം തുരങ്കം എന്ന് വെച്ചാൽ കുതിരയാണ്. തുരങ്കം കുതിര. കമടം എന്ന് വെച്ചാൽ ആമയാണ്. കമഠം ആമ. തുരങ്കം കുതിര, കമടം ആന. ഉപത എന്ന് വെച്ചാൽ കാണിക്ക എന്നാണ് അർത്ഥം. ഉപത കാണിക്ക. തുരങ്കം കുതിര, കമടം ആമ, ഉപത കാണിക്ക. ആരണം എന്ന് വെച്ചാൽ കാട്. ആരണം അല്ല, ആരണ്യമാണ് കാട്. ആരണ്യം കാട്. അപ്പോഴും തുരങ്കം കുതിര, കമടം ആമ, ഉപത കാണിക്ക, ആരണ്യം കാട്. ആദം എന്ന് വെച്ചാൽ കഴുമരം. ആദം എന്ന് വെച്ചാൽ കഴുമരം എന്നാണ് അർത്ഥം. അടുത്തത് അരുണി എന്ന് വെച്ചാൽ പൂങ്കോഴിയാണ്. അരുണി പൂങ്കോഴി. അംഹ്രി എന്ന് വെച്ചാൽ പാദം. അംഹ്രി എന്ന് വെച്ചാൽ പാദമാണ്. അംഹ്രി പാദം. ആരണ്യം കാട്, ആദം കഴുമരം, അരുണി പൂങ്കോഴി, അംഹ്രി എന്ന് വെച്ചാൽ പാദ. അംസം എന്ന് വെച്ചാൽ തോളാണ്. അംസം തോള്. അംഹ്രി പാദവും അംസം എന്ന് വെച്ചാൽ തോളാണ് അർത്ഥം. അടുത്തത് ദുരന്തരൻ എന്ന് വെച്ചാൽ നായകനാണ്. ദുരന്തരൻ നായകൻ. കങ്കാണി എന്ന് വെച്ചാൽ മേൽനോട്ടക്കാരൻ. ദുരന്തരൻ നായകൻ, കങ്കാണി മേൽനോട്ടക്കാരൻ. ഉർവി. ഉർവി എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഉർവി ഭൂമി. ഉരവം എന്ന് വെച്ചാൽ ശക്തിയാണ്. ഉരവം ശക്തി. ഉർവി എന്ന് വെച്ചാൽ ഭൂമിയും ഉരവം എന്ന് വെച്ചാൽ എന്താണ്? ശക്തിയാണ്. ഉപവി എന്ന് പറഞ്ഞാൽ സ്നേഹം. ഉപവി സ്നേഹമാണ്. അടുത്തത് ഇലിയം എന്ന് വെച്ചാൽ എലിയാണ്. ഇലിയം എലി. ഇലിയം എലി. എളുപ്പമുണ്ട് പഠിക്കാൻ. ഇരവി സൂര്യൻ, ഇന്ദൂരം ചുണ്ടലി. ഇരവി സൂര്യനും ഇന്ദൂരം എന്ന് വെച്ചാൽ ചുണ്ടലിയാണ്. ഇരവി സൂര്യൻ, ഇന്ദൂരം ചുണ്ടലി. ഇനഭം എന്ന് വെച്ചാൽ കർപ്പൂരമാണ്. ഇനഭം കർപ്പൂരം. ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ്. ഇനഭം കർപ്പൂരവും ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പാണ്. ഇത്തി എന്ന് വെച്ചാൽ പൂച്ചയാണ്. ഇത്തി പൂച്ച. ആമം എന്ന് വെച്ചാൽ വിലങ്ങാണ്. ആമം വിലങ്ങാണ്. അടുത്തത് ആനകം. ആനകം എന്ന് വെച്ചാൽ പെരുമ്പറ. പെരുമ്പറയാണ് ആനകം എന്ന് പറയുന്നത്. അടുത്ത ആടോപം എന്ന് വെച്ചാൽ അഹങ്കാരമാണ്. ആടോപം അഹങ്കാരം. ആഖു എലിയാണ്. ആഖു എന്ന് വെച്ചാൽ എലിയാണ്. അടുത്തത് അളിഹം. അളിഹം എന്ന് വെച്ചാൽ നെറ്റിയാണ്. അളിഹം നെറ്റി. കരഹി എന്ന് വെച്ചാൽ സർപ്പമാണ്. കരഹി സർപ്പം. അശ്മം എന്ന് വെച്ചാൽ കല്ല്. അശ്മം കല്ല്. അശുംബ് എന്ന് വെച്ചാൽ ചേറാണ്. അശുംബ് ചേറ്. അശുംബ് ചേറ്. അടുത്തത് അവഷ്ണം എന്ന് വെച്ചാൽ തേളാണ്. അവഷ്ണം തേള്. അപ്പോൾ ഇരവി എന്ന് വെച്ചാൽ സൂര്യൻ, ഇന്ദൂരം ചുണ്ടലി, ഇനഭം എന്ന് വെച്ചാൽ കർപ്പൂരം, ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പ്, ഇത്തി എന്ന് വെച്ചാൽ പൂച്ച, ആമം എന്ന് പറയുമ്പോൾ എന്താണ്? വിലങ്ങ്, ആനേകം എന്ന് വെച്ചാൽ പെരുമ്പറ, ആടോപം എന്ന് വെച്ചാൽ അഹങ്കാരം, ആഖു എന്ന് പറഞ്ഞാൽ എലിയാണ്, അളിഹം നെറ്റി, കരഹി സർപ്പം, അശ്മം കല്ല്, അശുംബ് ചേറ്. അശുംബം എന്ന് പറഞ്ഞാൽ ചേറാണ്. അവഷ്ണം എന്ന് വെച്ചാൽ തേളാണ്, തേള്. അരവം എന്ന് വെച്ചാലും പാമ്പാണ്. അരവം പാമ്പ്. അടവം ഗുഹയാണ്. അരവം പാമ്പ്, അടവം ഗുഹ. അരരം എന്ന് വെച്ചാൽ വാതിൽ. അരരം വാതിലാണ്. അയസ് എന്ന് വെച്ചാൽ വണ്ടിയാണ്. അയസ് വണ്ടി. അരവം പാമ്പ്, അടവം ഗുഹ, അരരം വാതിൽ. അരവം പാമ്പ്, അടവം ഗുഹ, അരരം വാതിൽ.
അയസ് എന്ന് വെച്ചാൽ വണ്ടി. അടുത്തത് അമ്പം എന്ന് വെച്ചാൽ കണ്ണാണ്. അമ്പം കണ്ണ്. അബ്ദം മേഘമാണ്. അമ്പം കണ്ണും അബ്ദം എന്ന് വെച്ചാൽ മേഘമാണ്. അടുത്തത് അബ്ജം എന്ന് പറഞ്ഞാൽ താമരയാണ്. അംബുജം എന്ന് വെച്ചാൽ അബ്ജം എന്ന് വെച്ചാൽ താമര തന്നെയാണ്. അന്തോളം എന്ന് വെച്ചാൽ മഞ്ചലാണ്. അന്തോളം മഞ്ചൽ. അന്തിക എന്ന് വെച്ചാൽ അടുപ്പാണ്. അന്തിക അടുപ്പ്. അരവം പാമ്പ്. അടവം ഗുഹ. അരരം വാതിൽ. അയസ് വണ്ടി. അമ്പം കണ്ണ്. അബ്ദം മേഘം. അബ്ജം താമര. അന്തോളം മഞ്ചൽ. അന്തിക എന്ന് വെച്ചാൽ അടുപ്പാണ്. അന്തോളം എന്ന് വെച്ചാൽ എന്തായിരുന്നു? മഞ്ചലാണ്. അന്തിക അടുപ്പ്. അടുത്തത് അധ്വരം എന്ന് വെച്ചാൽ യാഗം. അധ്വരം യാഗം. അധനം എന്ന് വെച്ചാൽ ഭക്ഷണമാണ്. അധനം ഭക്ഷണം. അന്തോളം മഞ്ചലായിരുന്നു. അന്തിക അടുപ്പ്. അധ്വരം യാഗം. അധനം ഭക്ഷണമാണ്. അധനം എന്ന് വെച്ചാൽ ഭക്ഷണം എന്നാണ് അർത്ഥം. അത്തം എന്ന് വെച്ചാൽ കണ്ണാടി എന്നാണ് അർത്ഥം. അത്തം കണ്ണാടി. അടുത്തത് അഗ്നി എന്ന് വെച്ചാൽ ചന്ദനമാണ്. അഗ്നി എന്ന് വെച്ചാൽ ചന്ദനമാണ്. അജ്ജനി എന്ന് വെച്ചാൽ വഴി. അഗ്നി എന്ന് വെച്ചാൽ ചന്ദനവും അജ്ജനി എന്ന് പറഞ്ഞാൽ അത് വഴിയാണ്. അച്ചം ഭയമാണ്. അച്ചം എന്ന് വെച്ചാൽ ഭയം. അടുത്തത് അംക്രി എന്ന് വെച്ചാൽ പാദമാണ്. അംക്രി എന്ന് വെച്ചാൽ പാദം. അങ്കാരം എന്ന് വെച്ചാൽ തീക്കനലാണ്. അങ്കാരം എന്ന് വെച്ചാൽ തീക്കനൽ. ചത്വരം മുറ്റമാണ്. ചത്വരം മുറ്റം. അന്തോളം മഞ്ചൽ. അന്തിക അടുപ്പ്. അധ്വരം എന്ന് വെച്ചാൽ യാഗം. അധനം എന്ന് വെച്ചാൽ ഭക്ഷണം. അത്തം കണ്ണാടി. അഗ്നി എന്ന് വെച്ചാൽ ചന്ദനം. അജനി എന്ന് വെച്ചാൽ വഴി. അച്ചം ഭയം. അംക്രി എന്ന് വെച്ചാൽ പാദം. അങ്കാരം എന്ന് വെച്ചാൽ തീക്കനൽ. ചത്വരം എന്ന് പറയുമ്പോൾ മുറ്റം എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ നോക്കുക. അംഗസ് എന്ന് വെച്ചാൽ പക്ഷിയാണ്. അങ്കുടം എന്ന് വെച്ചാൽ താക്കോല്. ഷിഖി എന്ന് വെച്ചാൽ അഗ്നി. അപ്പോഴെന്താണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കിയത്? അംഗസ് എന്ന് വെച്ചാൽ പക്ഷി. അംഗസ് പക്ഷി. അങ്കുടം എന്ന് വെച്ചാൽ താക്കോലും ഷിഖി എന്ന് വെച്ചാൽ അഗ്നിയുമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് അജനി വഴി. അച്ചം ഭയം. അംക്രി പാദം. അങ്കാരം തീക്കനൽ. ഇനി നോക്കുന്നത് ചത്വരം എന്ന് വെച്ചാൽ മുറ്റം. അംഗസ് പക്ഷി. അങ്കുടം എന്ന് വെച്ചാൽ താക്കോലാണ്. അങ്കുടം താക്കോൽ. ഷിഖി എന്ന് വെച്ചാൽ അഗ്നി എന്നാണ് അർത്ഥം. ഷിഖി അഗ്നി എന്നാണ് അർത്ഥം. അടുത്തത് പരാജയമല്ല, പരാജയമാണ്. തോൽവി. പരാജയം എന്ന് വെച്ചാൽ തോൽവിയാണ്. അടുത്തത് ഫാലം എന്ന് വെച്ചാൽ നെറ്റിയാണ്. ഫാലം നെറ്റി. രഥനം എന്ന് വെച്ചാൽ പല്ല്. ഫാലം എന്ന് വെച്ചാൽ നെറ്റിയും രഥനം എന്ന് വെച്ചാൽ പല്ല്. രാടി എന്ന് വെച്ചാൽ പക്ഷിയാണ്. രാടി പക്ഷിയാണ്. അടുത്തത് ലലാടവും നെറ്റിയാണ്. ലലാടം നെറ്റിയാണ്. ലേലിഹം എന്ന് വെച്ചാൽ പാമ്പാണ്. ലേലിഹം പാമ്പ്. അടുത്തത് വംഫം എന്ന് വെച്ചാൽ മുള. വംഫം മുളയാണ്. വരാഹം പന്നിയാണ്. വരാഹം എന്ന് വെച്ചാൽ പന്നി. വാതരം എന്ന് വെച്ചാൽ ചുണിയാണ്. വാതരം ചുണി. വികിരം എന്ന് വെച്ചാൽ പക്ഷിയാണ്. വികിരം പക്ഷി. വിരാണി എന്ന് വെച്ചാൽ ആനയാണ്. വിരാണി എന്ന് വെച്ചാൽ ആന. അടുത്തത് വെല്ലം എന്ന് വെച്ചാൽ ശർക്കരയാണ്. വെല്ലം ശർക്കര. പ്രജ എന്ന് വെച്ചാൽ കൂട്ടം. പ്രജ എന്ന് വെച്ചാൽ കൂട്ടം എന്നാണ് അർത്ഥം. അടുത്തത് ശക്വരം എന്ന് വെച്ചാൽ കാള. ശക്വരം കാളയാണ്. ശരം എന്ന് വെച്ചാൽ മുയലാണ്. ശക്വരം കാളയും ശരം എന്ന് പറയുന്നത് മുയൽ. അടുത്തത് സദം എന്ന് വെച്ചാൽ കായാണ്. സദം കായ്. അടുത്ത അന്നേരം നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. പരാജയം എന്ന് വെച്ചാൽ എന്തായിരുന്നു? തോൽവിയാണ്. ഫാലം എന്ന് വെച്ചാൽ നെറ്റിയാണ്. രഥനം എന്ന് വെച്ചാൽ എന്താ? പല്ല്. രാടി എന്ന് വെച്ചാൽ പക്ഷി. ലലാടം നെറ്റിയാണ്. അടുത്തത് ലേലിഹം എന്ന് വെച്ചാൽ പാമ്പാണ്. വംഫം എന്ന് വെച്ചാൽ മുളയാണ്. വരാഹം എന്ന് വെച്ചാൽ പന്നിയാണ്. അപ്പോൾ വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. വാതരം എന്ന് വെച്ചാൽ ചുണിയാണ്. വാതരം ചുണി. വികിരം എന്ന് വെച്ചാൽ പക്ഷിയാണ്. വികിരം പക്ഷി. വിരാണി എന്ന് വെച്ചാൽ ആനയാണ്. വിരാണി ആനയും. വെല്ലം ശർക്കരയും. പ്രജ എന്ന് വെച്ചാൽ കൂട്ടം. ശക്വരം എന്ന് വെച്ചാൽ കാള. ശരം എന്ന് വെച്ചാൽ മുയൽ. സദം എന്ന് വെച്ചാൽ കായ്. അപ്പോൾ ചില വാക്കുകളൊക്കെ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 തവണ വീഡിയോ കാണാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. നമുക്ക് എന്തായാലും പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. സദം എന്ന് വെച്ചാൽ കായായിരുന്നു. അപ്പോൾ സധി എന്ന് പറയുമ്പോൾ അഗ്നിയാണ്. സധി അഗ്നിയാണ്. സിവരം എന്ന് വെച്ചാൽ ആന. സിവരം ആന. സുഖരം പന്നിയാണ്. സുഖരം എന്ന് വെച്ചാൽ പന്നിയാണ്. അടുത്തത് സരഖ എന്ന് വെച്ചാൽ തേനീച്ച. സരഖ എന്ന് വെച്ചാൽ തേനീച്ചയാണ്. സുഷാകം എന്ന് വെച്ചാൽ ഇഞ്ചിയും. സ്തുലി എന്ന് വെച്ചാൽ ഒട്ടകവുമാണ്. അപ്പോൾ സദം എന്ന് വെച്ചാൽ കായും. സധി എന്ന് പറയുമ്പോൾ അഗ്നിയായിരുന്നു. സിവരം ആനയാണ്. സിവരം ആന. സുഖരം പന്നി. സരഖ എന്ന് വെച്ചാൽ തേനീച്ചയാണ്. സുഷാകം എന്ന് വെച്ചാൽ ഇഞ്ചിയും. സ്തുലി എന്ന് പറഞ്ഞത് ഒട്ടകവുമാണ്. സ്തുലി എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്. കളയബരം എന്ന് വെച്ചാൽ ശരീരമാണ്. കളയബരം എന്ന് വെച്ചാൽ ശരീരം. ഉദ്യാമം എന്ന് വെച്ചാൽ കയർ. കളയബരം ശരീരം. ഉദ്യാമം കയർ. കല്ലോലം എന്ന് വെച്ചാൽ തിരയാണ്. കല്ലോലം തിര.
കേകി എന്ന് വെച്ചാൽ മയിലാണ്. ഉദ്യാമം എന്ന് വെച്ചാൽ കയറ്, കളൈബരം എന്ന് വെച്ചാൽ ശരീരം, കല്ലോലം എന്ന് വെച്ചാൽ തിര, കേകി എന്ന് വെച്ചാൽ മയിൽ. കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ അർത്ഥമാണ്. കൗമുദി എന്ന് വെച്ചാൽ നിലാവ് എന്നാണ് അർത്ഥം. അടുത്തത് ജലകം എന്ന് വെച്ചാൽ ശംഖ്. ജലകം എന്ന് വെച്ചാൽ ശംഖാണ്. കൗമുദി നിലാവ്. കേകി എന്ന് വെച്ചാൽ മയിലാണ്. ജലകം എന്ന് പറഞ്ഞാൽ അത് ശംഖാണ്. ഷിഖി എന്ന് വെച്ചാൽ അഗ്നിയാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഷിഖി അഗ്നിയാണ്. ഫാലം എന്തായിരുന്നു? നെറ്റിയായിരുന്നു. ഇത് രണ്ട് നേരത്തെ പഠിച്ചതാണ്. ഫാലം നെറ്റി. കൈതവം എന്ന് വെച്ചാൽ കള്ളമാണ്. കൈതവം കള്ളം. നിദാനം എന്ന് വെച്ചാൽ ശബ്ദമാണ്. നിദാനം എന്ന് വെച്ചാൽ ശബ്ദം എന്നാണ് അർത്ഥം. നിദാനം ശബ്ദം. ഇപ്പോൾ കളയബരം എന്ന് വെച്ചാൽ ശരീരം, ഉദ്യാമം കയറ്, കല്ലോലം തിര, കേകി മയിൽ, കൗമുദി നിലാവ്, ജലകം ശംഖ്, ഷിഖി എന്ന് വെച്ചാൽ അഗ്നിയാണ്, ഫാലം എന്ന് വെച്ചാൽ നെറ്റിയും, കൈതവം കള്ളം, നിദാനം എന്ന് വെച്ചാൽ ശബ്ദം എന്നാണ് അർത്ഥം. ഹയം എന്ന് വെച്ചാൽ കുതിരയാണ്. ഹയം കുതിരയാണ്. കങ്കാളം അസ്ഥികൂടം. ഹയം എന്ന് വെച്ചാൽ കുതിര, കങ്കാളം അസ്ഥികൂടം. മരാളം അരയന്നത്തിനെയാണ് മരാളം എന്ന് പറയുന്നത്. ഹയം കുതിര, കങ്കാളം അസ്ഥികൂടം. മരാളം എന്ന് വെച്ചാൽ അരയന്നം. കളയബരം എന്ന് വെച്ചാൽ ശരീരം, നേരത്തെ പറഞ്ഞാണ് അല്ലെ. കളയബരം ശരീരം. ഉദ്യാമം കയറാണ്. ഉദ്യാമം കയറ്. കല്ലോലം എന്ന് വെച്ചാൽ തിരയാണ്. കേകി എന്ന് വെച്ചാൽ മയിലാണ്. കൗമുദി നിലാവ്. ജലകം ശംഖു. ഷിഖി എന്ന് വെച്ചാൽ അഗ്നി. ഫാലം നെറ്റി. കൈതവം കള്ളം. നിദാനം ശബ്ദം. ഹ്രാന്തം എന്ന് വെച്ചാൽ മരണമാണ്. ഹ്രാന്തം എന്ന് വെച്ചാൽ മരണം. ഹില്ലം എന്ന് വെച്ചാൽ താറാവ്. ഹേഷി എന്ന് വെച്ചാൽ കുതിരയാണ്. ഹ്രാന്തം മരണം. ഹില്ലം എന്ന് വെച്ചാൽ താറാവ്. ഹേഷി എന്ന് വെച്ചാൽ കുതിരയാണ്. ഹേഷി എന്ന് പറഞ്ഞാൽ അത് കുതിര എന്നാണ് അർത്ഥം. അപ്പോൾ ഹയം എന്ന് പറഞ്ഞാൽ കുതിരയും, കങ്കാള അസ്ഥികൂടം, മരാള അരയനം, കളൈബരം ശരീരം, ഉദ്യാമം കയറ്, കല്ലോലം തിര, കേകി മയിൽ, കൗമുദി നിലാവ്, ജലകം ശംഖ്, ഷിഖി അഗ്നിയാണ്. ഫാലം നെറ്റി. കൈതവം കള്ളം. നിദാനം ശബ്ദം. ഹ്രാന്തം മരണം. ഹില്ലം താറാവ്. ഹേഷി കുതിര. അപ്പോൾ ഒരേപോലെ അർത്ഥം വരുന്ന ഒരുപാട് പദങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെച്ച് പഠിച്ചാൽ അത്രയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതിന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത് മലയാളം ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.